ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് വെച്ചെങ്കിൽ എൻ്റെ മോൻ്റെ സുന്നത്താക്കിയിട്ട് എന്നേക്ക് 10 ദിവസമായി. അങ്ങനെ ഒന്ന് കുളിപ്പിച്ചിട്ട് പള്ളിക്ക് മദ്രസിലേക്ക് എല്ലാം അയച്ചിറങ്ങിച്ച് ഇന്ന് മദ്രസ തുറക്കുന്ന. അപ്പോൾ ഇന്ന് കുളിപ്പിച്ചിട്ട് അവനയച്ച് അവന് ബാപ്പാനോടുള്ള സലാം പറഞ്ഞിട്ട് എല്ലാവരോടും സലാം പറഞ്ഞിട്ട് ഇന്ന് രാവിലെ സുബിക്കാന്ന് പള്ളിക്ക് അയച്ചേ. അങ്ങനെ പള്ളിക്ക് അയച്ച് എന്നിട്ട് മദ്രസയിലേക്ക് പോയി. ഇതാണ് എൻ്റെ മദ്രസ്. ഇന്ന് പ്രവേശനോത്സവം. അങ്ങനെ എല്ലാവരും അതിനുള്ള ഒരുക്കത്തിലും എല്ലാം ഉണ്ട്. കുറേ കുട്ടികളുണ്ട്, ഉസ്താദുമാരെല്ലാം വന്നിട്ടുണ്ട്. അങ്ങനെ മാഷാ അല്ലാഹ് ഇന്ന് നല്ല അടിപൊളിയായിട്ട് അതിൻ്റെ പ്രവേശനോത്സവം കഴിഞ്ഞ്. അങ്ങനെ കുട്ടികളെ വരിയായിട്ട് നിർത്തിയിട്ടുണ്ട് മദ്രസയിൽ കയറ്റാൻ വേണ്ടിയിട്ട്. മാഷാ അല്ലാഹ് കൊച്ചുമക്കളെ ഇങ്ങനെ നല്ല തൊപ്പിയിലിട്ടിട്ട് കാണുമ്പോൾ എന്തോ ഒരു ചേലാണ്. കുഞ്ഞു കുഞ്ഞു മക്കളിങ്ങനെ കാണാൻ നല്ല ഭംഗി തന്നെ കാണാൻ. അങ്ങനെ ഇന്ന് അങ്ങനെ മദ്രസയുടെ ചേർത്ത് സുന്നത്ത് കുളിയെല്ലാം കഴിഞ്ഞുകൊണ്ട് സുന്നത്ത് കുളി ഇങ്ങനെ കഴിച്ചിട്ട് ചെറിയ രീതിയിൽ കഴിച്ചിട്ടു. അങ്ങനെ ഉസ്താദ് അവനെ കൊണ്ട് അലിഫ് എന്ന് എഴുതിപ്പിച്ച് അങ്ങനെ കുട്ടികൾക്ക് മുട്ടായും ലഡുവെല്ലാം കൊടുത്തിട്ട് അങ്ങനെ ആ പരിപാടി കഴിഞ്ഞു. ഞങ്ങപ്പോൾ ഇറക്കെത്തിയിട്ട് ബിരിയാണിയെല്ലാം വെക്കുന്ന തിരക്കിലുണ്ട്. അവന് സുന്നത്ത് കുളിച്ചതല്ല, അങ്ങനെ ബിരിയാണിയെല്ലാം വെച്ചറാന്ന് വെച്ച്. പിന്നെ എൻ്റെ ഉമ്മ എല്ലാം വരുന്ന ചൊല്ലി തക്കാളിയെല്ലാം മുറിച്ചിട്ട് സെറ്റാക്കുന്നുണ്ട്. ചോറെല്ലാം അടുപ്പിലുണ്ട്, ബിരിയാണി വെക്കാനിട്ട്. അതിൻ്റെ ഇടയിൽ പുള്ളമാറി നോക്കണം. ഇതെൻ്റെ മോളാണ്, ഇതെൻ്റെ മോനിയോൻ്റെ തന്നെ സുന്നത്ത് കഴിഞ്ഞത്. പിന്നെ ഓരോ ഭയങ്കര കുട്ടികളെല്ലാം ആക്കുന്നുണ്ട്. അതിൻ്റെ ഫ്ലോറ് നോക്കണം. പിന്നെ എല്ലാം അതിനെത്തി ഉമ്മാരെ വന്നിട്ടുണ്ടായിരുന്നു. ഓള് വ്ളോഗ് എടുക്കാൻ പ്രാക്ടീസ് ആക്കുന്നുണ്ടല്ലോ ഫോൺ എടുത്തിട്ട്. യൂട്യൂബ് ചാനൽ എടുക്കുന്നതിൽ ചെയ്യുന്നുണ്ടായിരുന്നു, എടുക്കട്ടെ. പിന്നെ അതിൻ്റെ അടുത്ത് എനിക്ക് മോളെല്ലാം വേണമല്ലോ, സുന്ദരം മോള് കൊടുത്തു പോകട്ടെ. എന്തോ ഒരു കുട്ടികളല്ല പിള്ളമാർ. നമ്മൊരു പണിയിൽ പിള്ളമാരെ നോക്കാൻ അതിനായിട്ടും പണി വേണം. പിന്നെ എൻ്റെ ഇതിൻ്റെ കൈയോർ കളിക്കാനൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ഇടയിൽ ഉമ്മ ബിരിയാണി എല്ലാം വെക്കുന്നുണ്ട്, കോഴിയെല്ലാം കാച്ചുന്നുണ്ട്, എല്ലാം സെറ്റാക്കുന്നുണ്ട്. ഞാൻ ഉള്ളി ക്യാപ്സിക്കം അങ്ങനെ എല്ലാം മുറിച്ച് കൊടുക്കുന്നുണ്ട്. സംഭവം ബിരിയാണിയും മന്തിയും എന്ത് വേണമെങ്കിൽ പറയാം. മന്തിയുടെ അരിയാന്ന്. അപ്പോൾ അങ്ങനെ മന്തി ബിരിയാണി ഒന്നും ചെയ്യില്ല. പുള്ളമാറ പുറത്തേക്കിട്ടും വേണ്ട, ഓന് ഫോണിൽ ഹായ് ആക്കുന്നു, വീഡിയോ എടുക്കുമ്പോൾ ഹായ് ആക്കുന്നു. പുള്ളമാരിൽ ഭയങ്കര തന്നെപ്പാ. സ്കൂൾ അടിച്ചതല്ലേ, എനിക്ക് 3 കുട്ടികളുണ്ടാകുമ്പോൾ 3 ആളെയും നോക്കേണ്ടി വരുന്നു. അങ്ങനെ ബിരിയാണിൻ്റെ മസാല എല്ലാം ആകുന്നുണ്ട് അടുപ്പിൽ, നല്ല ചേലാകുന്നുണ്ട്. ഞാൻ കച്ചമ്പറക്കാലിട്ട് കക്കിരിക്കെല്ലാം മുറിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഉമ്മ പുള്ളവ് കൂക്കുന്നിട്ട് മാങ്ങെല്ലാം എടുത്തിട്ട് കൊടുത്ത് മാങ്ങെല്ലാം തിന്നുന്നുണ്ട് പുള്ളം. എൻ്റെ ഉമ്മ കച്ചമ്പറ് സാലഡ് പോലെ ആക്കി. അതിൻ്റെ ഇടയിൽ എൻ്റെ മോന് വന്നിട്ട് എൻ്റെ മോളെ വിളിച്ച് കൊണ്ടുവന്നുണ്ട്, കൂട്ടിയിട്ട് കൊണ്ടുവന്നുണ്ട്. എല്ലാവരും പുറത്തുണ്ട്, നീ എന്താ ഉള്ളിൽ നിൽക്കുന്നുണ്ട്, മോളെ കൂട്ടിയിട്ട് പോയിട്ട്. അങ്ങനെ ഞങ്ങൾ ബിരിയാണി റെഡിയായി. ബിരിയാണിയെല്ലാം സെറ്റായി. അങ്ങനെ ഞങ്ങൾ ബൈക്കാൻ വേണ്ടിയിരിക്കുന്നു. അങ്ങനെ പങ്ങോ ബിരിയാണിയെല്ലാം കൊണ്ട് വെക്കുന്നുണ്ട് ടേബിളിൽ. നല്ല മന്തിയല്ല ബിരിയാണിയല്ല ഒരു ടൈപ്പായി. അങ്ങനെ എല്ലാവർക്കും വെളുപ്പിട്ട് കൊടുത്ത് ഞങ്ങൾ എല്ലാവരും ഒന്നിച്ചിട്ട് തന്നെ കഴിക്കുന്നു. അങ്ങനെ എല്ലാവരും ചോറ് വെച്ച് പിന്നെ വരുമ്പോൾ എൻ്റെ ഉമ്മ കേക്ക് കൊണ്ടുവന്നിന്. എനിക്ക് കേക്ക് ഭയങ്കര ഇഷ്ടം. അങ്ങനെ കേക്ക് കൊണ്ടുവന്നു. അങ്ങനെ കേക്ക് മുറിച്ച് എല്ലാവർക്കും പാക്കറ്റിലെല്ലാം കൊടുത്തു. ഇതെൻ്റെ അതിനെ അങ്ങനെ മാലയിലാക്കിയിട്ട് 11 മണിക്കിടെ അങ്ങനെ മാലയിലിട്ട് കൊടുത്തിട്ട് സന്തോഷമായി എനിക്ക് മാലയെല്ലാം ഇട്ടിട്ടാകുമ്പോൾ. അവന് ഹാപ്പി. അപ്പോൾ സർക്കംഷൻ സെറമണി ഇത്രയേ ഉള്ളൂ. അപ്പോൾ ടാറ്റാ ബൈ.